ഹലോ. ഇന്ന് നൈനക്കുട്ടിക്ക് സ്കൂളൊന്നുമില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇന്ന് എഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒരു ചെറിയ ഐഡിയ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, യൂട്യൂബ് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം മുട്ട വേവിക്കാൻ വെക്കണ്ടേ. മുട്ട വേവിക്കാൻ വെക്കാം. ലൈറ്റ് ഇട്ട അല്ലെങ്കിൽ എന്നെ കാണില്ല. ഞാൻ ഒരു 4 മുട്ടയൊക്കെ വയ്ക്കണുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് തോന്നി കുറച്ച് കൂടുതൽ മുട്ട വെച്ചാൽ നന്നായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ജീരകശാല റൈസിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിവിടെ നമ്മുടെ കേരളത്തിലത്തെ കുറച്ച് സാധനങ്ങൾ കിട്ടും പറഞ്ഞില്ലേ, ആ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം എഗ്ഗ് മസാല ഉണ്ടാക്കണം കേട്ടോ. അതിന് കുറച്ച് സവാള, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ വേണം. പിന്നെ അതൊക്കെ ഒന്ന് അരിയണ്ടേ. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഓടി ഇട്ടിട്ടില്ല, വോയിസ് ഓവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ അരിഞ്ഞാലോ. കുറച്ചു നേരം കരയാം. ഞാൻ ഈ ഉള്ളി അരിഞ്ഞാൽ എപ്പോഴും കരച്ചിലായിരിക്കും കേട്ടോ. പിന്നെ തലയൊക്കെ വേദനിക്കാൻ തുടങ്ങും. ഈ ഉള്ളി അരിയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എൻ്റെ മേമയുടെ മോളുണ്ട് കേട്ടോ. വെള്ളം തരാം. അപ്പോൾ നമ്മൾ എവിടെ നിർത്തിയത്, ഈ ഉള്ളരിയുമ്പോൾ എൻ്റെ മേമയുടെ മോളായിട്ട് ഓർമ്മ വരിക. അമ്മൂനെ അവൾ ഉള്ളരിഞ്ഞാ അവൾക്ക് കണ്ണിന്ന് വെള്ളേ വരില്ല. അതെത്ര ഭാഗ്യമാണല്ലേ. എനിക്കൊക്കെ തീരെ വയ്യാതാവും, തലക്കെ വേദനിക്കും. അപ്പോൾ അവൾക്ക് ഉള്ളരിഞ്ഞാലോ. കത്തി അവിടെ കത്തി. ഞാൻ കുറച്ച് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കണുള്ളൂ. കാരണം ഇത് തിന്നുമെന്ന് അറിയില്ലല്ലോ, വെറുതെ എന്തിനാ അരി വേസ്റ്റാക്കി കളയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 സവാള എടുത്തിട്ടുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ ആദ്യം എഗ്ഗ് മസാല ഉണ്ടാക്കാനും കുറച്ച് കൂടുതൽ സവാള വേണം. പിന്നെ നമ്മൾ അരിയിലിടാനും കുറച്ച് സവാള വേണം. പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും കുറച്ച് സവാള വേണം കേട്ടോ. ഞാൻ അതൊക്കെ കൂടിയിട്ട് മൊത്തം 2 സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ടെടുക്കണം കേട്ടോ. എന്നിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, സവാള അരിഞ്ഞതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചക്കൊത്തൽ മാറുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ അളവൊന്നും പറയാനില്ല. നമുക്കറിയാമല്ലോ ഈ മഞ്ഞൾപ്പൊടി എത്ര വേണം, മുളക് പൊടി എത്ര വേണം എന്നൊക്കെ. അതനുസരിച്ച് നമുക്ക് ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾ. എന്നിട്ട് അതിലേക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പുളിയില്ലാത്ത നല്ല തൈര് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ടിട്ട് മുട്ട നമ്മുടെ സൈഡൊന്ന് വരഞ്ഞ് വെക്കണം കേട്ടോ. എന്നാൽ അതിലേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡി. മുട്ട മസാല റെഡി കേട്ടോ. എന്നിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അതിലിടാനുള്ള കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഒന്ന് വറുത്ത് മാറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി വറുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് നമ്മുടെ സ്പൈസസും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിയില്ലേ, ജീരകശാല അരി കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എടുത്തിരിക്കണത്. നമ്മളിപ്പോൾ അരമണിക്കൂറാണ് കുതിർക്കാൻ വെച്ചതെങ്കിൽ 1.5 കപ്പ് വെള്ളം മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ കുതിർക്കാനേ വെച്ചില്ലെങ്കിൽ എത്ര കപ്പാണെന്ന് എനിക്കറിയാം, 2 കപ്പ് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്ത് കഴിഞ്ഞാൽ അതിലത്തെ കുറച്ച് ചോറെടുത്ത് മാറ്റുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ ഇടുക. എന്നിട്ട് കുറച്ച് മുട്ട ഇടുക. പിന്നെ നമ്മൾ റൈസ് ഇടുക. അങ്ങനെ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കണം കേട്ടോ. അടുപ്പത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തോളൂ. അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഒന്ന് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിക്കാൻ എപ്പോഴും മടിയാണ് കേട്ടോ. കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് എങ്ങനെയാണ് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീക്കുക. ഭയങ്കര തണുപ്പല്ലേ, ഒന്നും കുളിക്കാതിരിക്കാൻ പറ്റിയില്ലല്ലോ. തല നനയ്ക്കില്ല, മേല് മാത്രം കഴുകും കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി വെന്തിരുന്നെങ്കിൽ നന്നായി എന്ന് തോന്നിയിരുന്നു. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മസാലയുടെ മണവും എല്ലാം കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിച്ചു. ഉമേശേട്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉമേശേട്ടൻ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. രാത്രി വരുള്ളൂ. അപ്പോൾ ആൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ
അങ്ങനെ കുറേ കഴിഞ്ഞ് ബിരിയാണി കഴിച്ച് നമുക്ക് കുറച്ച് നേരം ഉറങ്ങണമല്ലോ. പിന്നെ ഉറക്കം വരും. ഉറങ്ങി എണിച്ചു, ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നെയ്ക്കുള്ളത് ഒരു കുപ്പി നിറഞ്ഞു കേട്ടോ, നമ്മുടെ പാടെടുത്ത് വെച്ചത്. പിന്നെ അടുത്ത കുപ്പി കൂടി നിറഞ്ഞിട്ട് വേണം നെയ്യ് ഉണ്ടാക്കാൻ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ, ഒരു കുട്ടിയുടെ 1ാം പിറന്നാളാണ്. അപ്പോൾ അവിടേക്ക് പോകണമായിരുന്നു. വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ വിളക്കൊക്കെ കത്തിക്കാറുണ്ട് കേട്ടോ. നാട്ടിൽ വിളക്ക് കത്തിക്കില്ല, നാമം ജപിക്കില്ല, ഒന്നും ജപിക്കില്ല. പക്ഷേ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു നല്ല എന്തോ ഒരു ഐശ്വര്യ എന്തോ ഒരു നല്ലത് തോന്നും എനിക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായിട്ട് അവിടേക്ക് പോകാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ, 7 മണിക്കാണ് പരിപാടി. അപ്പോൾ അവിടേക്ക് ചോദിച്ചു. ഞങ്ങളിന്ന് ഒരു കുട്ടിയുടെ 1ാം പിറന്നാളാട്ടോ, അതിന് പോവാണ്. തൊട്ടടുത്ത് തന്നെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ. ആ കൊച്ചിന് കൊടുക്കാനുള്ള ചെറിയ കുഞ്ഞ് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഈ കുട്ടിയാട്ടോ കയ്യിൽ പിടിച്ചിരിക്കണത്. എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്. ഒരു 5:30 ആകുമ്പോഴേക്കും ഇവിടെ ഇരുട്ടാവും കേട്ടോ. കോൾഡായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. നമ്മുടെ നാട്ടിൽ ഇരുട്ടാവും എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങളങ്ങനെ പോയപ്പോൾ അവിടെ ഒരു 3-4 നായക്കുട്ടികളുണ്ട് കേട്ടോ, പിന്നാലെയൊന്നും മാറില്ല. അപ്പോൾ അവിടെ എത്തി. ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു. അവിടെ നമ്മുടെ അവിടുത്തെ സമൂസ കിട്ടും. നമ്മുടെ അവിടുത്തെ അല്ല, നമ്മുടെ നാട്ടിലത്തെ സമൂസ കേട്ടോ ടേസ്റ്റ്. ഇവിടുത്തെ കൊള്ളില്ല, എനിക്കിഷ്ടമല്ല. അങ്ങനെ തിരിച്ച് വന്ന് ചോറൊന്നും വെക്കാൻ പോയില്ല. ഉമേശേട്ടന് ബിരിയാണി ഉണ്ടായിരുന്നു, ആൾക്കത് കൊടുത്തു. ഞാൻ രാവിലത്തെ അപ്പം ഉണ്ടായിരുന്നു, മാവ് അപ്പോൾ അത് ചുട്ട്. പിന്നെ രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, അതും കഴിച്ചു ഞങ്ങൾ. അപ്പോൾ ശരി, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നാളെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് സന്തോഷമുണ്ട്, കുറച്ച് നേരം വൈകി എണിക്കാമല്ലോ. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ശരി, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ് പറ.